തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖ വ്യക്തിയായിരുന്നു KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷനിലെ പാറപ്പൊടി വാർഡിൽ മത്സരിച്ച PM നിയാസ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ല. എന്തായാലും എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ PM നിയാസ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ വിജയം ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു. മേയറായി ആ മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്ന ആളുകൂടിയാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് വിലയിരുത്തുന്നത്? കോഴിക്കോട് കോർപ്പറേഷൻ നമ്മളെ നില വളരെയേറെ താഴെയായിരുന്നു. അവിടെ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ദൗത്യം കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ മുന്നോട്ട് പോയി. 134 വോട്ടിൻ്റെ എൻ്റെ പരാജയം കൂടാതെ തന്നെ 134 വോട്ടിനാണ് നമുക്ക് 4 സീറ്റ് നഷ്ടപ്പെട്ടതും ഭരണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഡീലിമിറ്റേഷൻ ആയിരുന്നു. അത് വലിയ അശാസ്ത്രീയമായിട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ അന്തിമ വോട്ടർ പട്ടികയിൽ നേരത്തെ കരട് പട്ടികയിലുള്ള ആളുകളെ പോലും ഇല്ലാതാവുന്ന ഒരു അത്ഭുത വിദ്യയാണ് അവർ കാണിച്ചു വച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാറപ്പടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന് BJP അവിടെ വർഗീയമായ ചെരിതിരിവുണ്ടാക്കി, വർഗീയ പ്രചരണം ഉണ്ടാക്കി, ജാതി മതവും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ പ്രതീക്ഷിതമാണ്. പക്ഷേ അവർ അങ്ങനെ ചെയ്യുന്നത് ഒരു പുത്തരിയുമല്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഒരു വർഗീയ കാർഡിറക്കി, ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ ഇറക്കി ക്രൈസ്തവ കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു പ്രചരണം നടത്തി എന്നുള്ളത് ഒരു അടിയൊഴുക്ക് നമുക്ക് ശ്രദ്ധയപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്ക് അക്കാര്യത്തിൽ ഞാനൊരു എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധിക്കാനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ രീതിയിൽ അവിടെ ഫുൾ ടൈം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, അതുപോലെ പ്രവർത്തകർക്ക് നന്നായി പ്രവർത്തന രംഗത്ത് പ്രവർത്തകർക്ക് ഒരു ഏകോപനം ഉണ്ടാക്കിയെടുക്കാൻ ആ കമ്മിറ്റികൾക്ക് സാധിച്ചില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതെല്ലാം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വീഴ്ചയായിട്ട് തന്നെ ഞാനത് കാണുകയാണ്. പ്രത്യേകിച്ച് KPCC ഭാരവാഹി എന്നുള്ള നിലയ്ക്കൊക്കെ ഞാനത് കുറച്ചുകൂടി അവധാനത്തോടെ നോക്കേണ്ടതായിരുന്നു. പക്ഷേ അത് എല്ലാം ബാക്കിയായി 25 കൊല്ലമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു ഗൗരവതരമായ കാര്യം അവിടെ BJPയും CPM ഒക്കെ തമ്മിലുള്ള നെക്സസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ അക്കാര്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു കാര്യം എനിക്കുള്ള സങ്കടം, ഞാൻ പരാജയപ്പെട്ടതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 50 സീറ്റുമായി മുന്നോട്ട് പോയിരുന്ന LDFനെ നമുക്കത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് 35ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമാണ്. അതോടൊപ്പം തന്നെ 4 സീറ്റുകൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വളരെ ചെറിയ വോട്ടുകൾക്ക് 10, 15, 20 വോട്ടുകൾക്കൊക്കെയാണ് നമ്മൾ പല സീറ്റുകൾ നഷ്ടപ്പെട്ടുള്ളത്. അതുകൂടി ലഭിച്ചിരുന്നുവെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് ലഭിക്കുമായിരുന്നു. ആ ഒരു സങ്കടം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരിക്കലും മത്സരിക്കാൻ രംഗത്ത് വരേണ്ട ആളല്ല. ഞാനത് പാർട്ടിയോട് പറഞ്ഞതാണ്. പക്ഷേ അറിയാലോ, വിനുവിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ആ രംഗത്തേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യമാണ് നമുക്ക് അത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എനിക്ക് കുറേ കൂടി പുറത്ത് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൂടിയാണ് ഈ UDFൻ്റെ ഭരണം നമുക്ക് കോഴിക്കോടിന് UDFന് അനുകൂലമായി കോർപ്പറേഷൻ കിട്ടാതിരുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുകയാണ്. ഏതായിരുന്നാലും വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. എനിക്കതിൽ എൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടതിനേക്കാളും കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതിലുള്ളൊരു സങ്കടം എനിക്കുണ്ട്. ഒന്നുകൂടെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം കൂടെ കിട്ടിയേനെ എന്നാണ്. തീർച്ചയായും നമുക്ക് 2-3 ഞാൻ നേരത്തെ പറഞ്ഞ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. അത്രയും പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഈ വിജയം ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 50 സീറ്റിൽ നിന്ന് 35ലേക്ക് എത്തിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? അപ്പോൾ അത്രയും നമുക്ക് 9 സീറ്റിനാണ് നമ്മൾ പുതിയ വാർഡിൽ തോറ്റത്. ആ 17 വോട്ടിനാണ് നമ്മൾ അരക്കാണ് തോറ്റത്. 20 വോട്ടിനാണ് നമ്മൾ ചെലവൂർ തോറ്റത്. 73 വോട്ടിനാണ് നമ്മൾ പാളയം തോറ്റത്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പം നമുക്കെല്ലാവരും തെരഞ്ഞെടുപ്പിൽ തിരക്കായിരുന്നു. എനിക്കായിരുന്നു ചുമതല. ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് അതിലൊരു ചെറിയ ഒരു എനിക്കൊരു നോട്ടക്കുറവുണ്ടായതെന്ന് എനിക്കൊരു കുറ്റബോധം അക്കാര്യത്തിലുണ്ട്. ഏതായിരുന്നാലും കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോലും നമുക്ക് തിരിച്ചു കിട്ടി. 42 പഞ്ചായത്തുകൾ, കോഴിക്കോട് 70-ൽ 42 പഞ്ചായത്തുകൾ UDFന് അനുകൂലമായി ലഭിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ കോഴിക്കോട് ജില്ലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഈ വീഴ്ച നമ്മൾ പരിശോധിച്ച് ആവശ്യമായ പരിഹാരമുണ്ടാക്കി അടുത്ത 5 വർഷക്കാലവും കോഴിക്കോട് കോർപ്പറേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോർപ്പറേഷൻ ഒരു 50 സീറ്റെങ്കിലും UDFന് അനുകൂലമാക്കി എടുക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് താങ്കൾ സൂചിപ്പിച്ചത് ഒരു നെക്സസ് പ്രവർത്തിച്ചതാണ് CPM BJP. അപ്പം തന്നെ BJPയും CPM വർഗീയ പ്രചാരണം നടത്തിയെന്നാണ്. താങ്കളെ തോൽപ്പിക്കുക എന്നായിരുന്നു ഈ 2 കൂട്ടരുടെയും ലക്ഷ്യം?
അതിലൊരു ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് പല സ്ഥലങ്ങളിലും അവർക്ക് ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടി ജയിക്കണം, ബി ജെ പി കൂടുതൽ സീറ്റ് കിട്ടണം. അതിനുവേണ്ടിയുള്ളൊരു ചില ഇടപെടലുകൾ പല സ്ഥലത്തും നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. പുതിയറയിൽ ഒരിക്കലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ സിറ്റിംഗ് സീറ്റ് പൊറ്റമ്മലൊക്കെ അതൊക്കെ പാർട്ടി അറിയില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ, കൊടുക്കൽ വാങ്ങലുകൾ നടന്നു എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് തോന്നുന്നത്. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ആഞ്ഞു പിടിച്ചിരുന്നതിൽ കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന് വലിയ പ്രകടനം കാഴ്ചവെച്ചു. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരു മികച്ച പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നിലയ്ക്ക് വിശ്വസിക്കുന്നു. എന്താ സംശയം? ഈ ജില്ലാ കൗൺസിലും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കിട്ടാത്ത, അത് ഡെഫിനറ്റ് മെജോറിറ്റിയാണ്. 28-ൽ 15. അപ്പോൾ അങ്ങനെ ജില്ലാ പഞ്ചായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ 7 മുനിസിപ്പാലിറ്റികളിൽ 4 UDF ഭരിക്കുകയാണ്. അതേപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമല്ല, കൊയിലാണ്ടി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒറ്റ സീറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പം അതിപ്പോൾ നമ്മൾ വലിയ രീതിയിൽ നിലമെച്ചപ്പെടുത്തിയിരിക്കുകയാണ് വടകര. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. കോഴിക്കോട് ഇപ്പോൾ 0 കോഴിക്കോട് കോൺഗ്രസിന്. ആകെ ഒറ്റ സീറ്റ് മാത്രമാണ് ലീഗിനുള്ളത്, 1 RMP ആണ്. 13-ൽ 2 അത് നേരെ നമുക്ക് തിരിച്ചു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2 CPM-നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അംഗീകാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക അല്ലല്ലോ, ഈ ഡീലിമിറ്റേഷൻ അല്ലല്ലോ. അപ്പോൾ ഈ വോട്ടർ പട്ടികയും ഡീലിമിറ്റേഷനും അല്ലാത്തത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല, ഇനി അടുത്ത തവണ വോട്ടർ പട്ടിക ഉയർത്താനൊക്കെ ഒരു സമയമുണ്ട്. അതൊക്കെ ഞങ്ങൾ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിൽ നിന്ന് 4 സീറ്റുകൾ ലഭിക്കുക എന്നുള്ളതാണ് നഗരത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. അത് മുഖ്യമന്ത്രിയുടെ മരുമോനടക്കമുള്ള ആളുകളെ ആ സീറ്റിൽ നിന്നും തുരത്തി ഓടിക്കുക എന്നുള്ളത് കോഴിക്കോട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം നയിച്ച ആ സീറ്റുകളൊക്കെ തോറ്റല്ലോ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തോറ്റു. അദ്ദേഹം മെനക്കെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്ന മീഞ്ചന്തയിൽ പരാജയപ്പെട്ടു. അപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ വ്യക്തമായ തീരുമാനമെടുക്കും. ജനം ഒന്നിച്ച്, ന്യൂനപക്ഷ സമുദായം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഒന്നിച്ചാണ്. ഭൂരിപക്ഷ സമുദായങ്ങളും അത് BJP കൂടല്ല, അത് നിയമസഭയിൽ അത് കോൺഗ്രസിനോടൊപ്പമാണ് ഭൂരിപക്ഷ സമുദായങ്ങൾ ഉണ്ടാവുക എന്ന് ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പാർട്ടി ഇന്ന്, നിങ്ങൾ ആലോചിച്ചു, ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞുള്ളൂ, ഇന്ന് ഞങ്ങൾ യോഗം കൂടി, കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് യോഗം കൂടി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കിട്ടിയ പ്രവർത്തനം 3 മാസക്കാലം നമ്മൾ നേതൃത്വം കൊടുക്കും. കോഴിക്കോട് ജില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ 13-ൽ 11 നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും വാർഡ് വിഭജനത്തിൽ വന്ന പ്രശ്നവും ഒപ്പം തന്നെ BJP CPM ധാരണയുമാണ് തൻ്റെ തോൽവിയിലേക്ക് നയിച്ച ഒരു ഘടകമെന്നാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാം, ഇനി വരാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഉതകുന്ന തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ സജീവമാകുമെന്നും PM നിയാസ് വിശദീകരിക്കുന്നു. ക്യാമറ പേഴ്സൺ ജിജീഷിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.